കൊച്ചിയിലെ ഗ്രാൻഡ് ഹയാത്തിലേക്ക് സ്റ്റീഫൻ ദേവസിയുടെ കോൺസേർട്ടിന് ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് പെട്ടിങ്കടക്കമടുത്ത് പോയി. അതും എൻ്റെ എൻസം എക്സാമിൻ്റെ ഇടയ്ക്ക്. പഠിപ്പികളുടെ ലക്ഷ്യമാണ് അതെന്ന് എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞപ്പോഴാണ് ഞാൻ എക്സാമിനെ പറ്റി തന്നെ ആലോചിച്ചത്. സത്യം പറഞ്ഞാൽ സ്റ്റീഫൻ ദേവസിയുടെ കോൺസേർട്ട് അവിടെ നടക്കണ്ടായിരുന്നു. അവൻ എന്തെല്ലോ പൂത്തിരിയൊക്കെ കത്തിക്കണമായിരുന്നു. ബട്ട് വി വർ ഓൾ എക്സൈറ്റഡ് ടു മീറ്റ് ഈച്ച് അതേഴ്സ് ഫാമിലി. പിന്നെ ഹയാത്ത് വരെ വന്ന സ്ഥിതിക്ക് അവിടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്തു. എന്നിട്ട് എല്ലാവരും ചോദിക്കായിരുന്നു, ഇതിൻ്റെയാണ് നീ പിള്ളേർക്ക് റീലെടുക്കാൻ അവിടെ നിന്ന് സമയം കിട്ടിയത്. സി ദ എഫേർട്സ് മാറ്റർ. പിന്നെ എൻ്റെ കൂടെ നടക്കുന്ന എല്ലാ ഫ്രണ്ട്സിനെയും വഴിതെറ്റിക്കുന്ന സ്വഭാവം ഉള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞു, നമുക്ക് ആദ്യം ഡെസേർട്ട് കഴിക്കാം, അവിടെ ആരുമില്ല എന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ ചോക്ലേറ്റ് ഫഡ്ജ് കേക്ക്, മോസും ഐസ്ക്രീമും നല്ല അടിപൊളി ക്യാരറ്റ് ഹൽവയും ഒക്കെ ആയിട്ട് പെയർ ചെയ്തു. അങ്ങനെ എൻ്റെ വഴിതെറ്റിക്കൽസിൽപ്പെട്ട വഴിതെറ്റി 1 അമൽ, വഴിതെറ്റി 2 ജൊഹാൻ, ഇവൻ മുന്നിൽ വന്നിട്ട് വഴിതെറ്റി 3 ആദ്യം. നെക്സ്റ്റ് വഴിതെറ്റിക്കലിന്റെ ഭാഗമായി സൂപ്പ് ട്രൈ ആണെന്ന് ഞാൻ പറഞ്ഞു. സത്യം പറഞ്ഞാൽ വായി വെക്കാൻ കൊള്ളില്ലായിരുന്നു ഒന്നും. ആൻഡ് ഫൈനലി ഡിന്നർ കഴിക്കുമ്പോൾ ഇത്രയും നേരം ആറ്റിറ്റ്യൂഡ് ഇട്ടിട്ട് ഇപ്പൊ തനി സ്വരൂപം പുറത്തു വന്നത് വ്യൂവേഴ്സിനെ കാണിക്കണം എന്ന് പറഞ്ഞിട്ട് എല്ലാം കൂടി എന്നെ ഊക്കാൻ അങ്ങനെ പിന്നെ വീണ്ടും നമ്മൾ സെലിബ്രിറ്റി മൂഡായി. ഞാൻ എക്സാമിന് പോവാതെ മുങ്ങി നടന്ന ഒരു കുട്ടീനെ അപ്രതീക്ഷിതമായി കണ്ടു. അത് പാട്ടുവിൽ കാണിക്കട്ടെ.